കൃഷിരീതികൾ, അതിൽ വിജയം വരിച്ചവർ, ഉൽപാദനത്തോടൊപ്പം വിപണനത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒപ്പം ഉള്ള സ്ഥലത്ത് പച്ചപ്പിൻ്റെ തണലൊരുക്കുന്നവർ, വൈവിധ്യമാർന്ന വിഭവങ്ങളുമായി നാട്ടുപച്ച വീണ്ടും എത്തിയിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. ആലപ്പുഴ എഴുപുന്നയ്ക്കടുത്തുള്ള ഒരു കൃഷിത്തോട്ടത്തിലാണ് ഞാനിപ്പോൾ. വെറും കൃഷിത്തോട്ടമല്ല, ആധുനിക രീതിയിലുള്ള ഒരു കൃഷിത്തോട്ടം. വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്ന ഈ കൃഷിത്തോട്ടത്തിലെ വിശേഷങ്ങൾ പലതും പുതിയ കൃഷി അറിവുകളാണ്. ഈ പോളി ഹൗസിലെ കൃഷിക്കും കർഷകനും ചില സവിശേഷതകളുണ്ട്. പോളി ഹൗസിൽ പാവൽ കൃഷി നടത്തുന്നത് സാധാരണ സംഭവമല്ല. ചരിത്രകാരൻ കർഷകനാവുന്നതും അത്ര സാധാരണയല്ല. ആദ്യം ചരിത്ര ഗവേഷകൻ കർഷകനായതിന്റെ ചരിത്രം. വിജയനാഥ കൈമൾ ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നാണ് PhD നേടിയത്. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക് റിസർച്ചിൽ ഉദ്യോഗം. ICHRന്റെ ദക്ഷിണമേഖലാ ഡയറക്ടറായിരിക്കെ സ്വയം വിരമിച്ചു. ഔദ്യോഗിക ജീവിതം 4 കൊല്ലം ബാക്കി നിൽക്കെ. പോസ്റ്റ് റിട്ടയർമെൻ്റ് ഒരു ഓക്കുപ്പേഷൻ എന്ന് വിചാരിച്ചാൽ അത് കൃഷി തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നേരത്തെ നിർബന്ധമുണ്ടായിരുന്നു. പലരും വേറെ പല ഓപ്ഷൻസും പറഞ്ഞു. റിട്ടയർമെൻറ്റിന് ശേഷം എന്തെങ്കിലും ബിസിനസ് ചെയ്യാം, അവിടെ ബാംഗ്ലൂർ പോയി സെറ്റിൽ ചെയ്യാം, അത് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കൃഷി തന്നെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നത്, ഡൽഹിയെല്ലാം വിട്ടിട്ട്. കൈമളുടെ ബാക്കി ഗവേഷണം ഈ തോട്ടത്തിലാണ്. പഴമയെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിരുന്ന ഈ ചരിത്രകാരന്റെ ഇപ്പോഴത്തെ ഗവേഷണം കൃഷിയുടെ പുതുമകളെ പറ്റിയാണ്. ഹൈടെക് കൃഷിയുടെ വഴികളിലെത്തിയത് അങ്ങനെയാണ്. 3 കൊല്ലം മുമ്പ് 1100 സ്ക്വയർ മീറ്ററിൽ പോളി ഹൗസ് ഉയർത്തി. കൃഷി ഉപദേഷ്ടാവായി ഹരിഹരൻ എന്ന ഹരിയെയും കണ്ടെത്തി. ഞാൻ ഈ ഹൈടെക് ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ഹൈടെക് കൃഷി ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഒത്തിരി നൂലാമാലകളുണ്ട്, ഒത്തിരി നോളജ് വേണം, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാത്തിനും ഒരു കൺസൾട്ടൻ്റ് ഇല്ലാതെ നടക്കുകയില്ല. ഇനി നിലവിലെ പാവൽ കൃഷിയിലേക്ക് എത്തിയതിന്റെ ചരിത്രം. പോളി ഹൗസിൽ ആദ്യം പൊട്ടുവെള്ളരിയാണ് നട്ടത്. ആദ്യം 3 വിളകളും വെള്ളരി നിറഞ്ഞു കായ്ച്ചു. ഒരു ക്രോപ്പിൽ നിന്ന് ഒരു 8 ടൺ 9 ടണ്ണൊക്കെയാണ് കിട്ടിയത്. 10 ടണ്ണായിരുന്നു ടാർഗറ്റ്, എങ്കിലും അവസാനം വന്നപ്പോൾ 10 ടൺ കിട്ടി. ആദ്യത്തെ 8 ടൺ 8.5 ടണ്ണൊക്കെ കിട്ടിയുള്ളൂ. എന്നാലും 24 സെൻറ്റിൽ നിന്ന് 8.5 ടൺ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് ഹൈടെക്കിലേ സാധിക്കുകയുള്ളൂ. നമ്മൾ പുറത്ത് ചെയ്താൽ 8.5 ടൺ പോയിട്ട് 1 ടൺ പോലും കിട്ടില്ല. അടുത്ത വട്ടം പയർ. അതു കഴിഞ്ഞതും പാവൽ പരീക്ഷണത്തിന് അരങ്ങൊരുങ്ങുകയായിരുന്നു. പാവൽ സ്വയം പരാഗണം നടത്തുന്ന ഒരു ചെടിയല്ല. പോളി ഹൗസിലെ അടച്ചുകെട്ടിയ അന്തരീക്ഷത്തിൽ പാവൽ വിജയിക്കില്ല. പോളി ഹൗസുകൾ സ്വയം പരാഗണം നടത്തുന്ന ചെടികൾക്ക് മാത്രമുള്ളതാണ്. പാവലിന് പ്രാണികൾ, വണ്ടുകൾ വന്നാലേ ഇതിൻ്റെ പോളിനേഷൻ നടക്കുകയുള്ളൂ. അതിങ്ങനെ ഒരു പൂവിൽ വന്നിരുന്നിട്ട് വേറെ പൂവിൽ പോയിട്ട് അങ്ങനെയാണ് അതിൻ്റെ പോളിനേഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇത് ചെയ്യുന്നവരെന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഫാനും പാഡും വെച്ച് കൊടുത്തിട്ട് ഈ കാറ്റടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഈ പൂമ്പൊടി ഇങ്ങനെ പറന്ന് വേറെ പൂവിലേക്കൊക്കെ പോരുന്നു. അത് പക്ഷേ അത്ര സക്സസ് അല്ല. പോളി ഹൗസിൽ പാവൽ നട്ട് കായ പറിക്കാൻ വേറെയും വഴിയുണ്ട്. പക്ഷെ ചെലവ് കൂടും. 25 ആൺപൂവുകൾക്ക് ഒരു പെൺപൂവ് എന്നതാണ് പാവലിന്റെ അനുപാതം. ഇതിൽ നേരിട്ടിടപെട്ട് പരാഗണത്തിന് സാഹചര്യമൊരുക്കണം. സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഹാൻഡ് പോളിനേഷനാണ്. ആൺപൂക്കളെ പെൺപൂവിലേക്ക് പരാഗണം നടത്തിക്കൊണ്ടുള്ള രീതികളാണ്. പക്ഷെ അതൊക്കെ വളരെ മാൻ പവർ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇലകൾക്കിടയിലൂടെ ഈ പെൺപൂക്കളെ തെരഞ്ഞു പിടിക്ക് പോളിനേഷൻ നടത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 5 പേരുടെ സ്ഥിര എഫർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഹാൻഡ് പോളിനേഷനിലൂടെ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ചെലവും അധ്വാനവും കുറച്ച് പാവൽ കൃഷി നടത്താനായി ഹരിയുടെ ഉപദേശപ്രകാരം പോളി ഹൗസിന്റെ വശങ്ങൾ തുറന്നിട്ടു. പൂമ്പാറ്റകളും തുമ്പികളും ചെറുപ്രാണികളും ഇവിടെ വിരുന്നിനെത്തി. പരാഗണം തകൃതിയായി നടന്നു. പാവൽ കൃഷിയിലെ പരീക്ഷണം മധുരിച്ചു. ഇൻസെക്ട് നെറ്റ് ഇട്ടിട്ടാണ് നമ്മൾ സൈഡ് വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത്. കാരണം പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ടും എയറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ മറ്റ് ഫാന് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അമിതമായിട്ടുള്ള ചാർജുകൾ വരും. അപ്പോൾ അതുകൊണ്ട് വെന്റിലേഷൻ മാക്സിമം ഉയർത്തിക്കൊണ്ട് മാക്സിമം എയറേഷനും പോളിനേഷനും ഒക്കെ കിട്ടത്തക്ക രീതിയിൽ ചെടിയെ വളർത്തിയെടുത്തിട്ട് ആദായകരമായിട്ടുള്ളൊരു വ്യവസായ സംരംഭത്തിലേക്ക് മാറ്റുകയാണ് നമ്മൾ ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളാണ് കൃഷിക്കെടുത്തത്. ഇവിടുത്തെ 24 സെന്റിലായി 400 പാവൽ ചെടികൾ നട്ടിട്ടുണ്ട്. വരമ്പെടുത്ത് നിശ്ചിത അകലത്തിൽ അവ നട്ടു. വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലിൻപൊടി തുടങ്ങിയ ജൈവ വളങ്ങളാണ് ബെഡിൽ നിറച്ചത്. ജലത്തിലലിയുന്ന വളങ്ങൾ പുറമെ ഉപയോഗിച്ചു.
സാധാരണയുള്ള ഫെർട്ടിലൈസർ പോളി ഹൗസിൽ നമ്മൾ ഉപയോഗിക്കാതെ ഈ 100 ഗ്രാം നൈട്രജൻ അല്ലെങ്കിൽ യൂറിയ കൊടുക്കേണ്ടതിന് പകരം ഒരു 2 ഗ്രാം കാൽസ്യം നൈട്രേറ്റോ അല്ലെങ്കിൽ ഓൾ 90 എന്ന ഫെർട്ടിലൈസറോ കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ഫെർട്ടിഗേഷൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അപ്പം തന്നെ ചെടിയുടെ റൂട്ട് സോണിലേക്ക് അബ്സോർബ് ചെയ്യാനും ചെടിക്ക് നല്ല രീതിയിൽ വളരാനും ഓവറായിട്ടുള്ള അസിഡിസിറ്റിയിലേക്ക് മണ്ണിനെ കൊണ്ടുപോകാതിരിക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നടക്കും. മുമ്പുള്ള കൃഷികൾക്ക് ഉപയോഗിച്ചിരുന്ന തുള്ളിനനയുടെ സംവിധാനങ്ങൾ ഇപ്പോഴുമുണ്ട്. എന്നാൽ ഈ ലാറ്ററൽ പൈപ്പുകളിലൂടെയല്ല പാവലിന് നനയ്ക്കുന്നത്. പൈപ്പുകളിലെ സുഷിരങ്ങൾ അടുത്തടുത്താണ്. പാവൽ ചെടികൾ തമ്മിലെ അകലം അതിനേക്കാൾ കൂടുതലും. അതുകൊണ്ട് നേരിട്ടുള്ള നനയാണ് ഇവിടെ നല്ലത്. ഷവർ പിടിപ്പിച്ച ഹോസ് ഉപയോഗിച്ച് 1 മണിക്കൂർ കൊണ്ട് മുഴുവൻ ചെടിയും നനയ്ക്കാം. ജൈവ കീടനിയന്ത്രണ മാർഗങ്ങളാണിവിടെ. വിജയനാഥ കൈമൾ തന്നെ കഴിയുന്ന പണിയെല്ലാം ചെയ്യും. സഹായത്തിന് തൊഴിലാളികളുണ്ട്, പിന്തുണയുമായി ഭാര്യയും. റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം വേറെ ഒന്നും ചെയ്യാനില്ല. ആൾ ബിസിയായി സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മളും ബിസിയാണ്. പുള്ളിയുടെ പിന്നിൽ നിന്നുള്ള സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ലാഭം വന്നാലും നഷ്ടം വന്നാലും അത് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു പാവൽ ചെടിയിൽ നിന്ന് 20 കിലോ പാവയ്ക്കയാണ് ലക്ഷ്യമിടുന്നത്. അതായത് 400 ചെടികളിൽ നിന്നായി 8 ടൺ വിളവ്. കിലോയ്ക്ക് 35 രൂപ നിരക്കിലാണ് ഇപ്പോൾ വിൽപ്പന. അതായത് 2,80,000 രൂപ വരെ പ്രതീക്ഷിക്കാം. പണിക്കൂലി ഉൾപ്പെടെ 4 മാസത്തേക്ക് ആകെ ചെലവ് 80,000 രൂപയിലധികമാകില്ലെന്നാണ് ഹരി പറയുന്നത്. ഈ ആദായം മാത്രമല്ല വിജയനാഥ കൈമളെ ആകർഷിക്കുന്നത്. റിട്ടയർമെന്റ് ജീവിതത്തിലുണ്ടായ മാറ്റമാണ് ഏറ്റവും വലിയ ലാഭം. ഞാനിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു കല്യാണത്തിനോ അല്ല വേറെ ഇതിനകത്തൊക്കെ പോകുമ്പോൾ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ചേട്ടനിപ്പോൾ നല്ല സന്തോഷവാനാണല്ലോ, ഇതിനകത്താണല്ലോ എന്നുള്ള അവർക്ക് തന്നെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്, ഞാനൊരു ഹാപ്പി മാൻ ആണെന്നുള്ളത്. അത് ഇതുകൊണ്ടായിരിക്കാം. കഞ്ഞിക്കുഴിയിലെ കർഷക സഹകരണ സംഘത്തിന്റെ മാർക്കറ്റിലേക്കാണ് ഇവിടുത്തെ പാവയ്ക്കകൾ കൊണ്ടുപോകുന്നത്. സംഘത്തിലെ പ്രവർത്തകർ ഫാമിലെത്തി വിള വളർന്നെടുത്തുകൊള്ളും. വിപണിയെപ്പറ്റി അതിനാൽ ആശങ്കയില്ല. കേടുപാടുകൾ സംഭവിക്കുന്ന പാവയ്ക്കകളെ കൈകാര്യം ചെയ്തും പണമുണ്ടാക്കാം. 20% ഫ്രൂട്ടുകൾ പെസ്റ്റ് അറ്റാക്ക് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ അതും കൂടി കണക്കാക്കണം. അപ്പോൾ ഈ ഫ്രൂട്ട്സുകളെല്ലാം തന്നെ നമ്മൾ ബൈ പ്രൊഡക്ട്സ് ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാവയ്ക്ക നന്നായിട്ട് അരിഞ്ഞുണക്കി ഡ്രൈ ഫ്രൂട്ടായിട്ട് നമുക്ക് വിറ്റാൽ തന്നെ നല്ല വിപണിയിൽ 600 രൂപ ഒരു കിലോയ്ക്ക് ഡ്രൈ പാവയ്ക്കയ്ക്ക് വിലയുണ്ട്. അതും ആ ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. പിന്നെ അതുപോലെ അച്ചാർ കമ്പനികൾ ഇവർക്കൊക്കെ നമുക്കിത് സപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഞങ്ങൾ അരിഞ്ഞുണക്കുകയാണ് ചെയ്യുന്നത്. 7 ലക്ഷം രൂപയായി ഈ പോളി ഹൗസിന്റെ നിർമ്മിതിക്ക്. കേരളത്തിന്റെ കാലാവസ്ഥയിലെ ചൂടും ആർദ്രതയും കണക്കിലെടുത്ത് ഉയരം കൂട്ടിയാണ് നിർമ്മിച്ചത്. മധ്യഭാഗത്ത് 7.5 മീറ്ററും വശങ്ങളിൽ 6 മീറ്ററും ഉയരമുണ്ട്. ചൂട് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പം ഞാൻ കുറച്ചൊരു മാസ്റ്ററായി. ഇനിയിപ്പോൾ 2 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹരിയില്ലാണ്ട് ഞാൻ ചിലപ്പോൾ ചെയ്തെന്ന് വരും. ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഇങ്ങനത്തെ മൈന്യൂട്ട് പ്രോബ്ലംസ് വരുമ്പോൾ നമുക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കൺസൾട്ടൻ്റ് ഇല്ലാതെ പറ്റില്ല. 4.5 മാസമാണ് പാവൽ ചെടിയുടെ ആയുസ്. നട്ട് 2 മാസം കഴിയുമ്പോൾ പൂവെടുത്തു തുടങ്ങും. കായ്ച്ചു തീരുന്ന മുറയ്ക്ക് അടുത്ത വിളയിലേക്ക് നീങ്ങാം. വിളയുടെ സ്വഭാവമനുസരിച്ച് പോളി ഹൗസിന്റെ വശങ്ങൾ അടച്ചുപയോഗിക്കാനാകും. സ്പ്രിംഗ് സിസ്റ്റമാണ് ഇത്. ഇൻസെക്ട് നെറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് സ്പ്രിങ്ങിലൂടെയാണ്. ഇൻസെക്ട് നെറ്റ് മുകളിൽ നിന്ന് വലിച്ചു പിടിച്ചിട്ട് സ്പ്രിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫുള്ളി എയർ ടൈറ്റഡ് ആയിട്ട് മാറുകയും നമുക്ക് കുക്കുംബർ, പയർ അങ്ങനെയുള്ള കൃഷിയിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. പോളി ഹൗസിനെ ഇടയ്ക്ക് മഴമറയാക്കി മാറ്റുന്നത് വഴി കേരളത്തിന് അനുയോജ്യ വിളകൾ വിജയകരമായി കൃഷി ചെയ്യാം എന്ന മാതൃകയാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. ഇസ്രയേലിലെ ഗ്രീൻ ഹൌസ് സങ്കേതങ്ങൾ അനുകരിക്കുന്നതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളും സ്വീകരിക്കണമെന്ന ഹരിഹരന്റെ വിശ്വാസമാണ് ഇവിടെ വിജയിച്ചത്. ഇസ്രായേൽ ടെക്നോളജി അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കിപ്പോൾ ഏകദേശം 4 വെറൈറ്റി വെജിറ്റബിളാണ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പോളി ഹൗസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് കുക്കുംബർ, ടൊമാറ്റോ, ക്യാപ്സിക്കം, ബ്രിഞ്ചോൾ, ഇങ്ങനെ ഈ 4 വെറൈറ്റി മാത്രമേ സെൽഫ് പോളിനേറ്റഡ് സീഡുകളായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന വെജിറ്റബിൾ കൾട്ടിവേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ പോളി ഹൗസിനെ മാറ്റിയെടുക്കണം. 9 വർഷം മുൻപ് ജോലി ഉപേക്ഷിച്ച് കൃഷിക്കിറങ്ങിയപ്പോഴുണ്ടായ ഊർജ്ജം കൂടിയിട്ടേ ഉള്ളൂ വിജയനാഥ കൈമൾക്ക്. ആദ്യം വീട്ടുകാർ പോലും ആശങ്കയോടെ കണ്ടിരുന്ന രംഗത്താണ് ഇപ്പോൾ ഈ വിജയം കൈവരിച്ചിരിക്കുന്നത്. കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കൃഷി ചെയ്യാൻ നമ്മൾ വീട്ടിലെന്തെങ്കിലും ഒന്ന് നട്ടാൽ അത് കിളുത്താൽ ഭാഗ്യമെന്നുള്ള രീതിയിൽ നോക്കിയിരിക്കും. ചിലപ്പോൾ അത് സക്സസ് ആകും, മണ്ണിൻ്റെ വ്യത്യാസം കാണും. അപ്പോൾ ഇങ്ങനെ ലാർജ് സ്കെയിലിൽ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ചെറുതായിട്ടുള്ള ഒരു പേടിയുണ്ടായിരുന്നു.
പിന്നീട് ഈ അഭിപ്രായം മാറുകയായിരുന്നു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ പദവിയിൽ നിന്ന് സ്വയം വിരമിച്ചാണ് മോളി ഭർത്താവിനൊപ്പം കൃഷിയിടത്തിൽ തുണയായി കൂടിയത്. ഇപ്പോൾ ഇരുവരും ഹാപ്പി. കർഷകൻ വീട്ടിൽ വരുന്നുണ്ട്, സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുക, കാര്യങ്ങൾ തിരക്കുക, എന്തെങ്കിലും മോറൽ സപ്പോർട്ട് കൊടുക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു കർഷകനെന്ന് പറഞ്ഞാൽ ഒരു ടെൻസ്ഡ് ലൈഫാണ്. ഇപ്പം നമ്മൾ വിത്തിട്ടു, അത് കിളുക്കുന്നത് നോക്കിയിരിക്കും, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അത് നന്നായിട്ട് വരുന്നുണ്ടോ എന്നുള്ള ഫീലിങ്. പിന്നെ അങ്ങനെയല്ല, ഇതിപ്പോൾ കണ്ടു കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. മക്കൾ രണ്ടുപേരും വിദേശത്താണ്. റഷ്യയിലും ദുബായിലുമുള്ള മക്കളോട് സംസാരിക്കാൻ മാതാപിതാക്കൾക്ക് പ്രധാനമായുള്ളത് കൃഷി വിശേഷങ്ങൾ തന്നെ. അവരടുത്തില്ലാത്തത് എനിക്ക് കൃഷിയാണ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്. ഞാനിതിനായിട്ടൊക്കെ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വാട്സാപ്പിലൊക്കെ അയച്ചു കൊടുക്കും. അവർ നല്ലതായിട്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് അത് ചെയ്ത് നല്ല ഇതാണ്, അവർക്ക് ഒത്തിരി താല്പര്യമാണ്. അവരും അവധിക്ക് വരുമ്പോഴും ഇതിനകത്തൊക്കെ വരും, നോക്കുക, എല്ലാം ചെയ്യും. വേറെ പിന്നെ എനിക്ക് നെൽകൃഷിയുണ്ട്. ഞങ്ങൾക്കൊരു 40 ഏക്കർ പാടശേഖരമുണ്ട്. അതിൻ്റെ പിന്നെ സെക്രട്ടറി കൂടെയാണ് ഞാൻ. അവിടെ നെൽകൃഷിയുണ്ട്, പിന്നെ മത്സ്യകൃഷിയുണ്ട്. നെല്ലും മീനും, ഒരു നെല്ലും ഒരു മീനും സർക്കാരിൻ്റെ പദ്ധതി പോലെ തന്നെ. ഇപ്പം വിത്ത് വിതയ്ക്കാൻ പോവുകയാണ് അടുത്ത ആഴ്ച. ആയുർദൈർഘ്യം ദേശീയ ശരാശരിയേക്കാൾ കൂടിയ സംസ്ഥാനമാണ് കേരളം. റിട്ടയർമെന്റ് പ്രായം കഴിയുന്നവരുടെ മാനവ വിഭവശേഷി എങ്ങനെ നാടിന് ഉപയോഗപ്രദമായി വിനിയോഗിക്കാം എന്നതിനെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കുന്നു. അത് ലളിതമായി തെളിയിക്കുകയാണ് വിജയനാഥ കൈമളും മോളിയും. ഓഫീസ് ജോലി കൂടാതെ എൻ്റെ പ്രൈവറ്റായിട്ടുള്ള റിസർച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു 3 പുസ്തകത്തിൻ്റെ ഓതറാണ്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റായി വേറൊരു തരത്തിലുള്ള ഒരു എൻഗേജ്മെൻ്റ്. അതിനും അതിൻ്റേതായ രസമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ അത് കുത്തിയിരുന്ന് വായിക്കുക, എഴുതുക, അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിനകത്തുനിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ പച്ചപ്പിൻ്റെ ഇടയിൽ ഈ നമ്മളുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിരുന്നത് അതിന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതാണ് കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് ഒരു ലൈഫിലൊരു സന്തോഷം തരുന്നതെന്ന് എൻ്റെ വിചാരം. ചരിത്ര ഗവേഷകന്റെ ഈ ജീവചരിത്രം അനുകരിക്കപ്പെടേണ്ടതാണ്. എങ്കിലേ കേരളത്തിന്റെ കാർഷിക ചരിത്രത്തിൽ വഴിത്തിരിവുണ്ടാക്കാനാകൂ. പോളിഹൗസ് കൃഷിയെപ്പറ്റി കൂടുതൽ അറിയാൻ ബന്ധപ്പെടേണ്ട വിലാസം: വിജയനാഥ കൈമൾ, കൊടിപ്പറമ്പ്, എഴുപുന്ന സൗത്ത്, ചേർത്തല. ഫോൺ 9388181115. നമ്പർ ഒരിക്കൽ കൂടി 9388181115. നാട്ടുപച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുപച്ച മുൻപ് പരിചയപ്പെടുത്തിയ കർഷകരെ പറ്റിയുള്ള എപ്പിസോഡുകൾ manoromanews.com-ലും യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.